ഇനി നമുക്ക് ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതൊക്കെ അങ്ങനെ വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലായിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും അതിന്റെ ഉള്ളിലേക്ക് കയറിയതാണ്. അങ്ങനെ നമ്മൾ കോളേജിൽ ഒപ്പന പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒപ്പന ഗാങ്ങും നമ്മളെ ഗാങ്ങും എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് തള്ളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഫുഡ് കഴിക്കാൻ എവിടേക്ക് പോവാന്നുള്ളൊരു ചർച്ചയിലായിരുന്നു അത്. ഗൈസ്, ഇതാണ് നമ്മളെ ടിപ്പു. ഇവിടെ ടിപ്പു ജയിച്ചു പോയതാണ്. ടിപ്പു ഇവിടെ ജയിക്കോ? ഞാൻ അടുത്ത ആൾക്കാര് 3 മണി വരെ ഞാനാണ് ഇവിടുത്തെ ജനറൽ ക്യാപ്റ്റൻ. എലക്ഷൻ ആയതുകൊണ്ട് നമ്മളെ സീനിയേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വീഡിയോ എടുക്കണതിന് തന്നെ എല്ലാവരും കൈകൂപ്പിയൊക്കെ എന്നെ കളിയാക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മളെ കോളേജിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ചിക്കാഗോ. അപ്പൊ ചിക്കാഗോക്കായിരുന്നു ഫുഡ് കഴിക്കാൻ പോയിണ്ടായിരുന്നത്. നമ്മൾ സീറ്റ് ഉണ്ടോന്ന് വിളിച്ചു വെച്ചിട്ടാ പോയിണ്ടായിരുന്നെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. അങ്ങനെ പെട്ടെന്ന് അത്യാവശ്യമായി നമ്മളെ ഫ്രണ്ടിന് വീട്ടിലേക്ക് പോകേണ്ടി വന്നു. അയ്യോ, ഇവള് വീഡിയോ എടുക്കണ്ടായിരുന്നോ? ഫുഡ് കിട്ടണ വരെ നല്ല കട്ട പോസ്റ്റ് ആയിരുന്നു ഗൈസ്. സോസെങ്കിൽ സോസ് കുറച്ച് നക്കിരിക്കാം, നല്ല ടേസ്റ്റ്, ഒന്നുകൂടി നക്കാം. അങ്ങനെ ഫുഡൊക്കെ എത്തിണ്ടായിരുന്നു. പിന്നെ നമ്മൾ പ്ലേറ്റ് നിറക്കണമെങ്കിൽ നമ്മൾ ക്യാമറ ഒക്കെ ഒന്ന് മാറ്റി. ഇത് സ്നേഹപ്രകടനം നല്ല ഗൈസ്. വീഡിയോ എടുക്കണോണ്ട് ഞാനുണ്ട് വീഡിയോയിൽ എന്ന് പറഞ്ഞ് കയറി നിന്നതാണിത്. ആരെങ്കിലും ഇവിടെ എന്നേക്കാൾ കൂടുതൽ ചിക്കൻ എടുക്കുന്നുണ്ടോ? ഇതൊക്കെ എന്റെ കാണിച്ചരാ. നജ്മത്തിന് പെട്ടെന്ന് വീട്ടിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവളുടെ ഫുഡ് നമ്മൾ പാക്ക് ചെയ്ത് അവളെ വീട്ടിൽ കൊണ്ടു കൊടുക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഗൈസ് നമ്മളെ പശു വന്ന് മുന്നിൽ ചാടിയത്. പിന്നെ പറയണ്ടല്ലോ, പശു ഒട്ട് മുന്നിൽ നിന്ന് മാറുന്നില്ല. ഞങ്ങൾക്കാണെങ്കിൽ വണ്ടി എടുക്കാൻ പേടിനുള്ള ധൈര്യമൊക്കെ എടുത്ത് നമ്മളെ ഷംനെ വണ്ടി ഫ്രണ്ടിലേക്ക് എടുക്കാൻ നിന്നപ്പോഴാണ് പശു പെട്ടെന്ന് തിരിഞ്ഞത്. ഞങ്ങളുടെ പേടിയും ടെൻഷനൊക്കെ കണ്ടോണ്ടാ തോന്നുന്നു സൈഡത്തെ പശു ഒന്നുകൂടി എണീറ്റ് നിന്ന് ഞങ്ങളെ പേടിപ്പിച്ചത്. അപ്പൊ സൈഡിൽ നിന്ന് ഒരു ചേച്ചി വന്നിട്ട് ഇവരൊക്കെ മാറ്റി തന്നിട്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മളെ നജ്മത്തിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ നജ്മത്തിന് അറിയില്ല നമ്മൾ ഫുഡ് പാർസൽ ചെയ്തിട്ട് ആളടുത്തേക്ക് വരുന്നുണ്ട്. ആളിത് എക്സ്പെക്ട് ചെയ്യാത്തോണ്ട് തന്നെ ആൾ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. നജ്മത്ത് നമുക്ക് കുറച്ച് ബിസ്ക്കറ്റും വെള്ളമൊക്കെ തന്നിട്ട് നമ്മളത് കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഇനി നേരെ കോളേജിലേക്കാണ്. അപ്പൊ കോളേജിൽ എത്തിയപ്പോൾ തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മള് സീനിയേഴ്സിനോട് കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മള് മെയിൻ പരിപാടിയിലേക്ക് കടന്നു. നമ്മള് വോട്ടെണ്ണല്. അപ്പൊ SFIക്ക് 9 ജനറൽ സീറ്റ് കിട്ടിയിരുന്നു. ഡിപ്പാർട്ട്മെന്റ് DC അങ്ങനത്തെ കുറച്ച് സീറ്റുകൾ KSUനും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രാവാക്യം വിളിക്കലൊക്കെ ആയിരുന്നു. ബാക്കി വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല ഗായ്സ്. അപ്പൊ ഇന്നൊക്കെ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.